Hello students, welcome to another class of financial management. Today's topic is operating leverage. In finance, leverage means the tendency for profits to change at a faster rate than sales. There are three types of leverages: operating leverage, financial leverage, and combined leverage. Today we are discussing operating leverage. Generally in financial management, leverage means it is a tendency of profits to change at a faster rate than sales. ഫിനാൻസിൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സെയിൽസിലുണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ അധികമായിട്ടുള്ളൊരു ചേഞ്ച് പ്രോഫിറ്റിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ എ ചേഞ്ച് ഇൻ സെയിൽസ് പ്രൊഡ്യൂസേഴ്സ് എ ഗ്രേറ്റർ ചേഞ്ച് ഇൻ EBIT. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടാകുന്നത് സെയിൽസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ടുള്ള EBITയിൽ വലിയ രീതിയിൽ വരുമ്പോൾ അതിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. It is related to fixed cost. A firm with relatively high fixed cost uses much of its marginal contribution to cover fixed cost. It refers to heavy usage of fixed asset. അതായത് ഫിക്സഡ് അസറ്റ് വളരെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ ഫേമിൻ്റെ കോസ്റ്റ് സ്ട്രക്ചറിൽ കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. കൂടുതൽ എന്താണ് ഉണ്ടാകുന്നത്? ഫിക്സഡ് കോസ്റ്റ്. ആ ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രസൻസ് മൂലം സെയിൽസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ടുള്ള EBITയിൽ അത് വലിയ ചേഞ്ച് ആയിട്ട് മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. ഈ പ്രവണതയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ. Operating leverage is defined as the use of fixed operating cost to magnify a change in profit relative to a given change in sales. ഒരു ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ സാന്നിധ്യം മൂലം സെയിൽസിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചിനെ പ്രോഫിറ്റിൽ റിലേറ്റീവ്ലി വലിയ ചേഞ്ച് ആയിട്ട് കാണിക്കുന്ന, അതായത് സെയിൽസിൽ ഒരു 5% ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 5% പ്രോഫിറ്റ് വ്യത്യാസമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. നേരെ മറിച്ചിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാരണം സെയിൽസിൽ 5% ഉണ്ടാകുന്ന വ്യത്യാസം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുണ്ടാകുന്ന വ്യത്യാസം 5-നേക്കാൾ കൂടുതലായിരിക്കും. ചിലപ്പോൾ അത് 10 ആകാം, 15 ആകാം, 20 ആകാം. അങ്ങനെ മാഗ്നിഫൈ ചെയ്ത് പ്രോഫിറ്റിൻ്റെ ചേഞ്ചിൽ കാണിക്കുന്ന പ്രതിഭാസത്തിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് കോസ്റ്റ് സ്ട്രക്ചറിലുള്ള ഫിക്സഡ് കോസ്റ്റ് ആണ്. Once again, operating leverage is defined as the use of fixed operating cost to magnify a change in profit relative to a given change in sales. It is a function of 3 factors: fixed cost, contribution, and volume of sales. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് വൺ ഈസ് കോൺട്രിബ്യൂഷൻ. തേർഡ് വൺ ഈസ് വോളിയം ഓഫ് സെയിൽസ്. വോളിയം ഓഫ് സെയിൽസ് ആണ്
ഒരു ഫാക്ടർ. മറ്റൊന്ന് കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫിഗർ. അപ്പം ഓപ്പറേറ്റിംഗ് ലിവറേജിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ ഉണ്ട്, വോളിയം ഓഫ് സെയിൽസ് ഉണ്ട്. A few specific characteristics of operating leverage. It affects asset side of balance sheet. Operating leverage എപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്. കാര്യം ഫിക്സഡ് കോസ്റ്റ് കൂടുന്നത് എപ്പോഴാണ്? ഫിക്സഡ് അസറ്റ് കൂടുമ്പോഴാണ്. സോ അസറ്റ് സൈഡിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് അഫക്ട്സ് ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. It is related to composition of fixed asset. Fixed assetന്റെ കോമ്പോസിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്ലക്ച്വേഷൻ ഇൻ ബിസിനസ് റിസ്ക്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലാണ് ഈ വ്യത്യാസം കാണിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആ വ്യത്യാസം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ബിസിനസ് റിസ്ക്കുമായി അസോസിയേറ്റഡ് ആണ്. ഇറ്റ് അഫക്ട്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. ഇത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നൗ ലെറ്റ് us ഡിസ്കസ് ഹൗ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് കാൽക്കുലേറ്റഡ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഫോളോയിങ് ഫോർമുല. OL, that is operating leverage, is equal to contribution divided by EBIT. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഓർത്തിരിക്കുക. OL is equal to contribution divided by EBIT. EBIT means earnings before interest and tax. എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? കോൺട്രിബ്യൂഷൻ is equal to sales minus variable cost. And how to find out EBIT? EBIT is equal to contribution minus fixed cost. സോ ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുന്നത്. ആദ്യം സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ EBIT കിട്ടും. ദെൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT വിൽ ഗിവ് യു ദി ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ്, ഇറ്റ് ഈസ് ഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലിവറേജ്. എപ്പോഴാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫേവറബിൾ ആകുന്നത്, ഒരു കമ്പനിയെ സംബന്ധിച്ചോളം പോസിറ്റീവ് ആകുന്നത്? ഫിക്സഡ് കോസ്റ്റിൻ്റെ അളവും കോൺട്രിബ്യൂഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ലെസ്, കോൺട്രിബ്യൂഷൻ ഈസ് ലെസ്, അതാണ് ഇവിടെ പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് അൺഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ലെസ് ദാൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവിടെ അൺഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നാണ് പറയുക. ലെറ്റ് us discuss operating leverage with the help of an example. The following are the details given. Selling price per unit ₹20. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ₹20 പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ₹12 ആണ്. ആനുവൽ സെയിൽസ് എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ്. 200 യൂണിറ്റ്സ് ആണ് ആനുവൽ സെയിൽസ്. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻ. വെൻ ഫിക്സഡ് കോസ്റ്റ് are ₹1000 and when fixed costs are ₹800. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷനിലും വ്യത്യാസപ്പെടുന്നത് ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. ആ സമയത്തുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹൗ ടു കാൽക്കുലേറ്റ്? വി നോ ദ ഇക്വേഷൻ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് സെയിൽസും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. സോ ലെറ്റ് us see how to solve the problem.
So we have to find out operating leverage when fixed costs are rupees 1000. First we have to calculate sales. It is given 200 unit and per unit price is selling price is rupees 20. So 200 into 20 is equal to 4000 rupees. From sales we have to less variable cost. Sales is 4000, variable cost again 200 unit into rupees 12 per unit is the variable cost. So 200 into 12, that is 2400. Therefore contribution, sales minus variable cost is contribution. 4000 minus 2400, that is 1600. Then less fixed cost, contribution less fixed cost. Here fixed cost is, in the first case fixed cost is 1000 rupees. So from contribution we have to minus fixed cost, then we will get EBIT. So in the first case EBIT is 1600 minus 1000, that is 600. So now we know contribution as well as EBIT. So we can calculate operating leverage. The equation for operating leverage is contribution divided by EBIT. So here in this case 1600 divided by 600, which comes 2.67. That means when there is a 1% change in sales, the percentage change in EBIT will be 2.67 times. That is the meaning of operating leverage. So the first condition, for the first condition the solution is 2.67. Now let us see the operating leverage or when fixed cost is rupees 800. Sales is same, 200 units into 20, 4000 rupees. Variable cost also same, 200 into 12 rupees, 2400. Therefore contribution is equal to 4000 minus 2400 is 1600. From 1600 we have to less fixed cost. Here fixed cost is only 800 rupees. So the EBIT is contribution minus fixed cost, that is 1600 minus 800, which is equal to 800. Therefore operating leverage in this case is contribution divided by EBIT, that is 1600 divided by 800, which comes 2. That means when fixed costs are only 800 rupees, operating leverage is 2 only. So when fixed cost reduced, operating leverage also reduced. In this case, second case, that is when fixed costs are 800 rupees, a 1% change in sales will bring 2% change in the EBIT. So this is the meaning of operating leverage. So operating leverage is calculated using the equation of OL is equal to contribution divided by EBIT. So with this, today's discussion is completed. Thank you.